നല്ല ആളാട്ടോ. ഇപ്പോൾ നല്ല ആളുണ്ട്. ഇതാ ഈ കടകളുടെയൊക്കെ നടക്കാൻ കഴിയുന്നില്ല. ചിത്രമൊക്കെ വരച്ച് വെച്ചേക്കുന്ന അവിടെ നിന്നിട്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്. അതാ നടുക്കായിട്ട് അതൊരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവമാണ്. നല്ലൊരു കുളം റൗണ്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ തലക്കലായിട്ട് നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുളം ഞാനിപ്പോൾ ഇവിടെ കോഴിക്കോട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിൽക്കുകയാണ്. മാനാഞ്ചിറയ്ക്ക് അടുത്തുള്ള പാർക്കിൻ്റെ അടുത്തുള്ള. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പുതിയാപ്പ ഹാർബറിലേക്കൊക്കെ പോകണ പുതിയാപ്പ ബസ് വരും. അതിൽ കയറിയിട്ട് ബട്ട് റോഡ് ബീച്ചുണ്ട്. നല്ലൊരു ബീച്ചാണ്. ആ ബീച്ചിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ബസ് വന്നിട്ടുണ്ട്. ഞാൻ ബസ്സിനകത്ത് കയറുന്നു. അങ്ങനെ ബീച്ച് വഴിയാണ് പോകുന്നത്. കോഴിക്കോട് ബീച്ച് വഴിയാണ് ബട്ട് റോഡ് ബീച്ചിലേക്ക് പോകുന്നത്. കോഴിക്കോട് ബീച്ച് എത്തിയിട്ടുണ്ട്. ഈ ബീച്ച് സൈഡിൽ കൂടെ തീരദേശ പാതയുണ്ട്. അതിൽ കൂടെയാണ് അങ്ങനെ ബട്ട് റോഡ് ബീച്ചിലേക്ക് പോകുന്നത്. കോഴിക്കോട് ബീച്ചിൽ ഞാൻ അന്നൊരു ദിവസം വന്നപ്പോൾ മഴയുള്ള ദിവസമായിരുന്നു. ആൾ കുറവായിരുന്നു. ഇന്നിപ്പോൾ നല്ലോണം ആളുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞ് നല്ല ആളാവും. ബട്ട് റോഡ് ബീച്ചിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറ്റുമെങ്കിൽ ഇവിടെ കോഴിക്കോട് ബീച്ചിലൊന്ന് ഇറങ്ങണം. അന്നൊരു ദിവസം വന്നപ്പോൾ മഴയായിരുന്നല്ലോ. ഇതൊക്കെ ബീച്ചിൻ്റെ ഭാഗം തന്നെയാണ്. ഞാൻ അന്ന് ഇവിടെയൊക്കെ വന്നിരുന്നത്. പക്ഷെ മഴ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ആളുണ്ടായില്ല. ഇന്ന് നല്ല ആളുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല ആളുണ്ട്. അങ്ങനെ വന്ന് ബസ് ഇവിടെ ഗാന്ധി റോഡ് എത്തിയിട്ടുണ്ട്. ഗാന്ധി റോഡ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ബീച്ച് കഴിഞ്ഞ തൊട്ടടുത്ത സ്റ്റോപ്പ്. വെള്ളയിൽ ഹാർബറിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ കാണുന്നൊക്കെ വെള്ളയിൽ ഹാർബറിൻ്റെ ഭാഗങ്ങളാണ്. അങ്ങനെ വന്ന് ബസ് പുതിയ കടവ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഏറ്റവും ബാക്കിലെ സീറ്റിലായിരിക്കും. നല്ല വെയിലുണ്ട്. അവിടെ നോക്കി ഒരു ചെറിയൊരു ബിൽഡിങ് ഓട് വെച്ചിട്ട് നല്ല രസമുണ്ട്. ഒരു ബിൽഡിങ്, ചെറിയൊരു ബിൽഡിങ്. ഇവിടെയൊക്കെ ഒഴിഞ്ഞ പ്രദേശങ്ങളാണ്. കടൽ തീരം ഒഴിഞ്ഞ പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ. ഇതവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെ ഒരു ചെറിയൊരു വീട് പോലത്തെ സംഭവമുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ഷെഡുകൾ കാണാം. മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട ഷെഡുകളാണെന്ന് തോന്നുന്നു. ബോക്സുകളൊക്കെ കട്ടി വെച്ചിട്ടുണ്ട്. കോന്നാട് എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പാണ് ഇതിവിടെ. എന്താ അവിടെ ഇരുന്ന് ആളുകൾ മറ്റേ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ചിലർ വല നന്നാക്കുന്ന. അങ്ങനെ ആ മരത്തിൻ്റെ വീട്ടിലൊക്കെ ആളുകൾ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് റോഡ് വന്നിറങ്ങി. ഞാൻ വന്ന ബസ്സാണ് പോകുന്നത്. ബട്ട് റോഡ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ലേശം ലെഫ്റ്റിലേക്ക് തന്നെ ലേശം അങ്ങോട്ട് നടന്നാൽ ബീച്ചാണ്. ഇവിടെ ബസ് ഇറങ്ങുന്നിടത്ത് തന്നെയാണ് പാർക്ക് വരുന്നത്. ബട്ട് റോഡ് പാർക്ക്. ബീച്ചും പാർക്കും കൂടെയൊക്കെ പാർക്കുണ്ട്. ഇതവിടെ തന്നെ അതിന് അങ്ങോട്ട് കയറാനുള്ള ഗേറ്റ് ഇതാ. പാർക്കിലേക്ക് കയറാം. അങ്ങനെ ബീച്ച് സൈഡിലേക്ക് പോവാം.
നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ബട്ട് റോഡ് ബീച്ച് കാണാൻ. നല്ല പരന്നിട്ട് നല്ല പന്തലിച്ചിരിക്കുന്ന മരങ്ങളൊക്കെ ആയിട്ട് പുൽത്തകടിയൊക്കെ ആയിട്ട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല അടിപൊളി വൈബാണ്. ഉള്ളിൽ തന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ഇതാ പാർക്കിൻ്റെ ഉള്ളിലൊരു സൈഡിലായിട്ട് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് കുറേ സീറ്റുകളൊക്കെ ഉണ്ട്. കരേൻ്റെ അടുത്തായിട്ട് ഇവിടെ കുറേ സീറ്റുകളൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. നല്ല വൈബാണ് കാണാൻ. കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ പാർക്ക്. നല്ല രസമുണ്ട് കാണാൻ. നല്ല നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ടേബിള്, ബെഞ്ച്, ഇരിക്കാനുള്ളതും ടേബിള് പോലത്തെ സംഭവം, രണ്ട് സൈഡിൽ ബെഞ്ച് പോലെയൊക്കെ സ്ലാബിട്ട് മാർബിളിട്ട് റെഡിയാക്കി ഇട്ടേക്കുന്നതാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആയിട്ടൊരു ബോർഡൊക്കെ ഉണ്ട്, നീന്തൽ അനുവദനീയമല്ല, കടലിൽ ഇറങ്ങിയിട്ട് നീന്തരുതെന്നാണ് പറയുന്നത്. ഇതാണ് ബീച്ച്. ഇതാണ് ബീച്ചിൽ സ്പേസ് കുറവാണ്, അടുത്ത് തന്നെയാണ് വെള്ളം കടലുള്ളത്. അതിപ്പം മഴക്കാലം ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ കൂടെ അങ്ങോട്ട് ഏരിയ ഉണ്ടാവും. ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ടായിരിക്കും. സൈഡിൽ കൂടെ ഇങ്ങനെ കെട്ടുണ്ട്, അങ്ങോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട്. നീന്താൻ പാടില്ല എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങോട്ട് മാറി കുറേ ദൂരെ ആ ഭാഗമൊക്കെ കാണാം. അത് പുതിയാപ്പേൻ്റെ ആ ഭാഗങ്ങളൊക്കെ ആയിട്ട് വരും, അങ്ങോട്ട് ആ ദൂരത്തേക്കുള്ള ഭാഗങ്ങളൊക്കെ. ഇവിടെ പാർക്കിന് അടുത്തായിട്ട് വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട് റോഡിൻ്റെ അങ്ങേ സൈഡായിട്ട്. പിന്നെ വേറെ അതാ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ വലിയ ഫ്ലാറ്റുകളുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള. ഈ മരം നോക്കി, ചെറിയൊരു മരം പന്തലിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ വലിയ കാറ്റാടി മരങ്ങൾ, പന്തലിച്ച് നിൽക്കുന്ന മരങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് മരങ്ങളുള്ളതുകൊണ്ട് ചോലയിലൊക്കെ ഇരിക്കാനൊക്കെ നല്ലതാണ്. അവിടെ ആയിട്ട് ഇങ്ങനെ ടോയ്ലറ്റ്, ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട്. അതിൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നത്. ഇവിടെ അതപ്പോൾ ഈ കളിക്കുന്നതൊക്കെ ചെക്കന്മാരൊക്കെ കളിക്കുന്ന സ്ഥലം അത് അവിടെ. ഈ ഗ്രൗണ്ട് അവിടെയാണ് നമ്മുടെ കർക്കിടവാവിനോടനുബന്ധിച്ചുള്ള ബലി നടക്കുന്നത്. വരക്കൽ എന്ന് പറയും, വരക്കൽ ബലിതർപ്പണ വേദിയാണ്. ഇവിടെ കുറേ വേദികളൊക്കെ ഉണ്ടാവും. പല ക്ഷേത്രങ്ങളുടെയും വരക്കൽ ക്ഷേത്രത്തിൻ്റെയൊക്കെ വകയായിട്ട് ബലി കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവും. ആ സ്ഥലമാണിത്. വാവിലും പിന്നെ അതുപോലെ തന്നെ ദീപാവലിൻ്റെ ടൈമിലും രണ്ട് സമയത്ത് ഇവിടെ ബലിയിടാനുള്ള സൗകര്യങ്ങളുണ്ടാവും. ആ സ്ഥലമാണിത്. ഈ പാർക്കിനോട് ചേർന്നുള്ള സ്ഥലമാണിത്. അതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് വരും, പാർക്കിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് വരും. പാർക്ക് ഇതാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഇങ്ങനെ വരും. ഇവിടെയും ഇത് ബീച്ചിനോട് ചേർന്ന്, പാർക്കിനോട് ചേർന്ന് നമ്മളെ കോഴിക്കോട് ബീച്ചിലുള്ള മാതിരി ടീ ഷോപ്പുകളൊക്കെ ഉണ്ട്. റോഡ് സൈഡായിട്ട് നിരനിരയായിട്ട് ചായ, സ്നാക്സ്, ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന ടീ ഷോപ്പുകൾ ഇവിടെയുണ്ട്. അതായത് റോഡിൻ്റെ ആ പാർക്കിൻ്റെ അങ്ങേ തല വരെ ഉണ്ട്, ഈ തല തൊട്ട് അങ്ങേ തല വരെ ഉണ്ട്. അങ്ങനെ നല്ല മഴ വരുന്നുണ്ട്. മഴ വരുന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങുകയാണ്. പോണ വഴിക്ക് മഴയില്ലെങ്കിൽ കാലിക്കറ്റ് ബീച്ചിൽ അവിടെ ഒന്ന് ഇറങ്ങണം പോണ വഴിക്ക്.
അങ്ങനെ ബട്ടറോഡ് ബീച്ചിന് നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ ഇപ്പുറം കാണുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആയുർവേദ ഹോസ്പിറ്റലാണ്. ഇതായി കാണുന്നത് ഇതങ്ങോട്ട് നീളത്തിലുള്ള ബിൽഡിങ് അതാ നീല പെയിൻ്റ് അടിച്ച്. നേരെ പോയി കഴിഞ്ഞാൽ റെയിൽ കടന്നിട്ട് വെസ്റ്റ് ഹില്ലെത്താം. വെസ്റ്റ് ഹിൽ എന്ന് പറയുന്ന സ്ഥലത്തെത്താം. ഈ റോഡ് നേരെ പോയിട്ട് റെയിൽ മുറിച്ച് കടന്നിട്ട് വെസ്റ്റ് ഹില്ലെത്താം. അങ്ങനെ എനിക്ക് തിരിച്ചു പോകാനുള്ള ബസ് വരുന്നുണ്ട്. അശ്വജിത്ത് എന്ന് പറഞ്ഞ ബസ് വരുന്നുണ്ട്. സിറ്റി ബസ്സാണ്. അതിൽ കയറി ബീച്ചിൽ മഴയില്ലെങ്കിൽ അവിടെ ബീച്ചിൽ ഇറങ്ങണം. ആള് കുറവാ ബസ്സിൽ. തിരിച്ചങ്ങോട്ട് പോകുന്ന ബസ്സായതുകൊണ്ടാണ് തോന്നുന്നു ആള് കുറവാ. അവിടുന്ന് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇടത് സൈഡിലാണ് ഇരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇടത് സൈഡ്. അപ്പം ഈ ഭാഗം കാണാമല്ലോ, ഈ സൈഡിലുള്ള സംഭവങ്ങളൊക്കെ കാണാമല്ലോ. അതുകൊണ്ട് ഈ ഇടത് സൈഡിൽ തന്നെ ഇരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ചിങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ റോഡതാ. ഈ റോഡ് നമ്മുടെ വരക്കൽ ക്ഷേത്രത്തിലേക്കാണ്. വരക്കൽ വാവ് ബലിയൊക്കെ നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടൊക്കെയാണ്. കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ വരക്കൽ ക്ഷേത്രം. ഇങ്ങനെ പോകുമ്പോൾ ഈ സൈഡിലായിട്ട് മത്സ്യബന്ധനത്തോടനുബന്ധിച്ചുള്ള ഫിഷറീസ് വകുപ്പിൻ്റെ ഒരുപാട് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിലായിട്ട്. കേരള സ്റ്റേറ്റ് ബീവറേജിൻ്റെ ഒരു ഗോഡൗൺ കണ്ടു ഇവിടെ. ഫിഷറീസ് വകുപ്പിൻ്റെ ഓഫീസുകൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഓഫീസുകളൊക്കെ. ഇവിടെ കോഴിക്കോട് ബീച്ച് ഇറങ്ങാനായിട്ടുണ്ട്. ഞാനിവിടെ ഇറങ്ങാൻ പോവാം. മഴയില്ല ഇപ്പം. മഴയില്ലെങ്കിൽ അവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. സൺഡേ ആയതുകൊണ്ട് നല്ല ആളുണ്ടാവും. അങ്ങനെ ബീച്ചിൻ്റെ ഈ സൈഡിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പഴയ ഒരു ലൈറ്റ് ഹൗസൊക്കെ ഉണ്ട്. പഴയൊരു ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ബീച്ചിൻ്റെ ഈ വടക്ക് ഭാഗത്താണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഓപ്പൺ സ്റ്റേജൊക്കെ ഉള്ള സ്ഥലം പറഞ്ഞില്ല. അവിടെയാണ് ബട്ടറോഡ് ബീച്ചിൽ നിന്ന് വന്നിട്ട് ബസ് ഇറങ്ങിയത്. ഫുള്ള് ആളാട്ടോ. അവിടെയൊക്കെ റോഡ് സൈഡിൽ അങ്ങ് തല വരെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുക. യാത്രക്കാർ വന്നു. അതാ ബീച്ചിൽ നോക്ക്, ഫുള്ള് ആളുകളാണ്. ദൂരെ നിന്നായിട്ട് കണ്ടോ അങ്ങനെ കുറച്ചാളായിട്ട് തോന്നുന്നത് ഫുള്ള് ആളാണ്. ഇപ്പോൾ ഒരു മഴ പെയ്യാനായി വരുന്നുണ്ട്, എങ്കിലും ആളുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. അത് ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇറങ്ങി. മഴ പെയ്യോ അറിയില്ല. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ടോയ്സ് അങ്ങനത്തെ കച്ചവടക്കാരുടെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട്. വേണ്ട കഴി ഇതാ ടോയ്സുകളൊക്കെ ഇതാ നിരത്തി വെച്ചിരിക്കുന്ന സൈഡിൽ കൂടെ. ഇങ്ങനെ കസേരയിട്ട് ചായ ഒക്കെ കുടിക്കുന്നില്ല ആളുകളതാ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളും ചായ സ്നാക്സിൻ്റെ ഒക്കെ പീടികളാണ്. ഫുള്ള് അങ്ങോട്ട് ലൈൻ അങ്ങോട്ട് ഫുള്ളും അത് തന്നെയാണ്. ഫുള്ള് ചായ സ്നാക്സ്, ഫുള്ളും സ്നാക്സ്, ചായ, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഉപ്പിലിട്ടത് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. കാടമുട്ട പൊരിച്ചതൊക്കെ ഉണ്ട്. കടുക്ക പൊരിച്ചത്, കൂന്തൽ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഉപ്പിലിട്ടത്, പണ്ടത്തെ പുളിമുട്ടായി പാക്കറ്റാക്കിയിട്ടുണ്ട്. കുഴലപ്പം എന്ന് പറയുന്ന സംഭവം, ഐസ്ക്രീം, പൊരി, വറുത്ത പൊരി, കൂൾ ഡ്രിങ്ക്സ്. ഇവിടെ അങ്ങോട്ട് ഫുള്ള് ഷോപ്പുകൾ തന്നെയാണ്. നല്ല തിരക്കാണ്. ഇത് ഈ കടകളുടെയൊക്കെ മുമ്പിലായിട്ട് ടീ ഷോപ്പ് ഞാൻ പറഞ്ഞല്ലോ, നല്ല തിരക്കാണ്. ഇത് സൺഡേ ആയതുകൊണ്ടാണ്
ആദ്യം ഒരു തവണ വന്നപ്പോൾ അങ്ങനെ ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നല്ല തിരക്കാണ്, നടക്കാൻ കഴിയില്ല, അമ്മയൊരു തിരക്കുണ്ട്. ഫുള്ള് ജനമാണ്. ഒരു തല തൊട്ട് ആ തല വരെ. അറുപത്തൊമ്പതാമത്തെ ഷോപ്പ്, ഇത് 70-ാമത്തെ ഷോപ്പ്. ഷോപ്പിനൊക്കെ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. ആൾക്കാരിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഫുള്ളും ജനാട്ടോ കടൽക്കരയിൽ. അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആൾക്കാർ റൗണ്ട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ അറിയില്ല, ആണെങ്കിൽ അങ്ങോട്ട് പോകണം. കടകളുടെയൊക്കെ രണ്ട് സൈഡും ഓപ്പൺ ആട്ടോ. കടലിന് അഭിമുഖമായിട്ടുള്ള ഭാഗവും റോഡ് സൈഡും രണ്ട് ഭാഗവും തുറന്നു വെച്ചിരിക്കുക. രണ്ട് സൈഡിൽ നിന്നും ആളുകൾക്ക് വാങ്ങി കഴിക്കുക. രണ്ട് സൈഡും തുറന്നു വെച്ചിരിക്കുക. ഇതിലിങ്ങനെ ടോയ്സുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കച്ചവടക്കാർ. ഇവിടെയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കോഴി ചെറിയ പൊന്തിച്ച് തട്ട് പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ടോയ്സൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. കുതിരസവാരിയൊക്കെ ഉണ്ട്. കുതിരസവാരിയൊക്കെ ഉണ്ട്. സൈഡിലൊക്കെ കച്ചവടം ചെയ്തത്. സൈഡിലൊക്കെ കച്ചവടം.